അപ്പോൾ ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി പിതാവിൻ്റെ കൂടെയൊക്കെ കേക്കൊക്കെ മുറിച്ചത് നമ്മൾ കേക്കൊക്കെ എടുത്ത് ഇതാണ് ഗൈസ് ഇപ്രാവശ്യം പാളയംപള്ളി വെച്ച പുൽക്കൂട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി രാത്രി 2 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. പാതിരാത്രി 2 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തി ഉണ്ണീശ്വരനെ പുൽക്കൂടിലൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ വെട്ടി കേക്കൊക്കെ വെട്ടി വൈനൊക്കെ കുടിച്ച് ക്യാറ്റ് കേക്കും പിന്നെ വൈനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കേസ് നമ്മൾ ചെറുതായിട്ട് കനാക്കൊന്ന് ലൈറ്റ് കാണാൻ വേണ്ടി പോയാണ്. അത് കഴിഞ്ഞതാ നമ്മൾ സമയം 7 മണി 7:30 കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ എടുത്ത് നേരെ കേസ് പോവുകയാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് ഒരു വിധത്തിൽ എന്താ പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് കഴിഞ്ഞു, കുറച്ച് ബ്ലോക്ക് കഴിഞ്ഞു, അങ്ങനെ പോയി വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ നമ്മുടെ പാളയംപള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നേരെ കനാക്കുന്ന് പോവുകയാണ് ഗൈസ്. നമ്മൾ കനാക്കുന്നെത്തി. തിരക്കെന്ന് വെച്ചാൽ എൻ്റെ പൊന്ന് ഗൈസ് അടിപൊളി എന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റാത്ത തിരക്ക്. പക്ഷേ അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് 2026 ന്യൂ ഇയറിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ നികൽച്ചേട്ടൻ ബിനോയും ഒരു ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൈസ് നല്ല ടിക്കറ്റ് എടുത്ത് ഒരു 4 ടിക്കറ്റ് എടുത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ നേരെ കയറാൻ പോകണം ഗൈസ്. ലൈറ്റിംഗ് എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം ഡീസൻ്റ് അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ബാഗ് നമ്മൾ നേരെ കയറിപ്പോൾ ഒരു ആർച്ച് വരും. അത് കഴിഞ്ഞ് അകത്തോട്ട് പിങ്ക് കളറ് ഒരിത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ മാനിനെയും പിന്നെ ഒരു ആർച്ചും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് ഒരു ലൈറ്റിൻ്റെ ഒരു ഇതും ഡ്രാഗൻ്റെ ഇത് നമ്മൾ ഈ ചൈന മലേഷ്യയിലൊക്കെ കാണുമല്ലോ. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അവിടുത്തെ ഒരു സ്ട്രീറ്റ് പോലെയാണ് അവർ ഡെക്കോർ ചെയ്തിരുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് നേരെ നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ പോയി. അവിടെയാണെങ്കിൽ ആളുമില്ല പേരുമില്ല, 2-3 പേര് മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ലൈറ്റിങ് കിട്ടി. കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വേറെ ലൈറ്റ് സെറ്റിംഗ് എത്തി. അത് കഴിഞ്ഞ് ഇഗ്ലൂ ഉണ്ട് കേസ്. ഇഗ്ലൂവിൻ്റെ അടുത്തെത്തി. ഇഗ്ലൂവിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, വെളിയിലുള്ള പോലെ തന്നെ അകത്തും. അത് കഴിഞ്ഞ് നേരത്തെ ഓണത്തിന് വെച്ചതിൻ്റെ വേറൊരു ടൈപ്പ്. ഓണം വഴിക്ക് നമ്മുടെ കോളേജ് കൂട്ടുകാരൻ കാർത്തിക്കും അനന്തൻ ഗൗതം എവിടെ പോയിട്ടാണോ കണ്ട ഷോർട്സും ബനിയനൊക്കെ ഇട്ട് കുളിച്ചിട്ടാണേ പറഞ്ഞ വലിയ ആൾക്കാരാണ്. ഹോണ്ട സിറ്റിയിലേ പോകും. എമിറേറ്റ്സിന്റെ ഓണറാണ് പറയണത്. കയ്യിലിറങ്ങണ വാച്ച് അറിയാതൊന്ന് കയ്യിലിറങ്ങണ വാച്ചാണ് ചേട്ടു. 3 ലക്ഷം രൂപയുടെ വാച്ചാണ് കയ്യിലിട്ടിരിക്കുന്നത്. ഓ അപ്പോൾ ഇന്നത്തെ ശേഷം മാത്രമല്ല, പടത്തോട്ട് കാണാം. ബായ്.